നമ്മൾ ഇവിടെ നിന്ന് ഷിപ്പ് ചെയ്യുന്ന കമോഡിറ്റി എന്താണെന്ന് സാർ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. ബട്ട് നൗ ഐ വാണ്ട് ടു നോ ഓൾ അബൌട്ട് ഇറ്റ്. മറ്റൊന്നും കൊണ്ടല്ല, തോമസ് കുര്യനെ പോലെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ഫാക്ടറി ഇനിയും സർഫസ് ചെയ്യാം. അത് ഇഫക്റ്റീവ് ആയിട്ട് ഡീൽ ചെയ്യണമെങ്കിൽ നമ്മൾ നടത്തുന്ന ഓപ്പറേഷന്റെ എല്ലാ ഡീറ്റെയിൽസും എനിക്കറിയണം. സർ, നമ്മൾ കയറ്റി അയക്കുന്ന ഡ്രഗ്സ്, വെപ്പൺസ്, എക്സ്പ്ലോസീവ്സ് എന്തായാലും ഒരു പ്രശ്നമില്ല. ഐ ആം വിത്ത് യു സർ. ഡ്രഗ്സ്, വെപ്പൺസ്, എക്സ്പ്ലോസീവ്സ്. ഓ ഗോഷ്, അധോലോക വ്യാപാരത്തിലെ ഇത്തരം ക്ലിഷേകൾ മാത്രം ചിന്തിച്ചെടുക്കാനുള്ള ഭാവനാശേഷിയെ പോലീസ് ഫോഴ്സിലെ തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്ന രജത് നായിഡുവിനുള്ളൂ. അത് ജി. ഓ ബോയ്, യു ആർ സോ നൈവ്. ഞാൻ പറഞ്ഞല്ലോ കമ്മീഷണർ, പഴഞ്ചൻ രീതികൾ, പലരും നടന്ന വഴികൾ ഒന്നും എനിക്കിഷ്ടമല്ല. ഞാൻ ഇവിടെ നിന്നും പുറം ലോകത്തേക്ക് കയറ്റി അയക്കുന്നത് നിങ്ങൾ ഈ പറയുന്ന തൊട്ടാൽ പൊള്ളുന്ന കമ്മോഡിറ്റി ഒന്നുമല്ല. ഇറ്റ്സ് സംതിങ് സിംപ്ലി ഹാംലെസ്, തികച്ചും നിരുപദ്രവകരം. യു നോ വാട്ട്? കറൻസി, ജെനുവിൻ ഇന്ത്യൻ കറൻസി. ബട്ട് സർ, ഇറ്റ്സ് ഡേഞ്ചറസ്. നമ്മുടെ ഭാഗത്ത് നിന്ന് അറിയാതെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിപ്പോയാൽ we are all finished. Then better make no mistakes, നായിഡു. ഏതെങ്കിലും പ്രലോഭനത്തിനോ പ്രകോപനത്തിനോ അടിപ്പെട്ട് എപ്പോഴെങ്കിലും കളം മാറ്റി ചവിട്ടണമെന്ന് തോന്നിയാൽ മനസ്സിലോർക്കണം, സംസ്ഥാനത്തെ വിജിലൻസ് ഡയറക്ടറെക്കാൾ ഒരുപാട് താഴെയാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ റാങ്ക് എന്ന്. No ji, I am with you. I am game for any game. തനിക്കുള്ളത് ദുബായിലെ ബാങ്കിൽ ക്രെഡിറ്റ് ആയിക്കോളൂ. ബാങ്കും അക്കൗണ്ട് നമ്പറും മോനായി വിളിച്ച് ഇൻഫോം. Thank you ji. വരണം സാർ. സർ, ശിവകുമാർ സാർ. വർമ്മ സാറിന്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്നു ഫോർ ദ പാസ്റ്റ് 10 years. അതെ സാർ. വാസുദേവ കുറുപ്പെന്നല്ലേ പേര്? ഓ, വർമ്മ സാറുമായിട്ട് എന്താ ബന്ധം? 35 വർഷമായി ഞാൻ തമ്പുരാന്റെ കൂടെയാ. കോവിലകത്തിന്റെ സൂക്ഷിപ്പും തമ്പുരാന്റെ കൃഷികാര്യങ്ങളും നോക്കി നടത്തുന്നത് ഞാനാ. ഓ, കുറുപ്പിന് കുടുംബമില്ലേ? കുടുംബം എന്ന് പറയാൻ എന്റെ ഭാര്യ മരിച്ചിട്ട് 15 കൊല്ലമായി. 2 പെൺമക്കളാ, 2നെയും കെട്ടിച്ചയച്ചു. അപ്പൊ സ്ഥിരതാമസം ഇവിടെയാണല്ലേ? ഓ, വർമ്മ സാർ മരിച്ച ദിവസം രാത്രി നിങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ? അതെ സാർ. നിങ്ങൾ 2 പേർ മാത്രം? അതെ സാർ. കോവിലകത്തേക്ക് കടക്കാൻ എത്ര വാതിലുണ്ട് കുറുപ്പേ? 4. പുറത്തേക്ക് പോകാനോ? അതും 4. അതും 4 സാർ. എന്താടോ ഉത്തരം പറയാനത്ര താമസം? ഈ 4 വാതിലും അന്ന് രാത്രി അകത്ത് നിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു. അതെ സാർ, പൂട്ടിയിരിക്കുകയായിരുന്നു. സുദേവ് സാർ. ആ കീ ശിവകുമാറിന് കൊടുക്ക്. പോയി തുറക്കടോ. സാർ. നിങ്ങളിൽ ആരാണ് അന്ന് രാത്രി വർമ്മ സാറിനെ അവസാനമായി കണ്ടത്? ഞാനാണ് സാർ. എവിടെ വെച്ച്? അകത്തെ ഹാളിൽ വെച്ച്. പൂജാമുറിയിൽ നിന്ന് ഇറങ്ങി തമ്പുരാൻ കിടക്കാൻ മുകളിലേക്ക് പോകുമ്പോഴാണ് കണ്ടത്. അന്ന് രാത്രി പ്രത്യേകിച്ച് വല്ലതും തമ്പുരാൻ പറഞ്ഞു? ഇല്ല. വെളുപ്പിന് 4:30 ചായയുമായി വിളിച്ചെഴുന്നേൽപ്പിക്കാൻ തമ്പുരാൻ പറഞ്ഞു. ഇവിടെ വരുമ്പോഴൊക്കെ ഭരദേവതയെ തൊഴാൻ പോകുന്ന പതിവ് തമ്പുരാനുണ്ട്. താനന്ന് ഉറങ്ങിയത് ലേറ്റ് ആയിട്ടാ? അല്ല, ഞാനും ശിവകുമാർ സാറും കൂടി കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ്. അന്ന് സ്ഥിരം ബ്രാൻഡ് തീത്തൈലം എത്രണ്ണം വീശി രണ്ടാളും കൂടി? അത് അറിയാലോ, ദിവസവും രാത്രി സ്ഥിരം ബ്രാൻഡ് കയറ്റാതെ ഇയാൾക്ക് ഉറക്കം വരത്തില്ലെന്ന് തന്റെ അടുത്ത ഫ്രണ്ട്സ് ഞങ്ങളോട് പറഞ്ഞു. പതിവായിട്ട് പോകുന്ന തങ്കശ്ശേരിയിലെ ബാർ ഏതാണെന്നും എനിക്കറിയാം. പറയടോ, 2 പേരും കൂടി അന്നൊരു ഫുള്ള് തീർത്തോ? അയ്യോ ഇല്ല സാർ, കഷ്ടിച്ചൊരു പൈന്റ്. ലോക്കൽ പോലീസിന് നിങ്ങൾ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് വർമ്മ സാറിന്റെ മുറിയിൽ നിന്ന് ഒരു ശബ്ദവും കേട്ടിട്ടില്ല. അന്ന് രാത്രി അസാധാരണമായി എന്തെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല. രാവിലെ ചായയുമായി വർമ്മ സാറിനെ വിളിച്ചുണർത്താൻ പോയ കുറിപ്പ് കണ്ടത് വർമ്മ സാർ വെടിയേറ്റ് കിടക്കുന്നതാണ്. അതിൽ കൂടുതൽ എന്തെങ്കിലും തനിക്ക് എന്നോട് പറയാനുണ്ടോ? ഇല്ല സാർ. എന്റെ കാണപ്പെട്ട ദൈവമാണ് സാറേ തമ്പുരാൻ. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഗതി വരുന്നത് എന്താണെന്ന് സത്യമായി എനിക്കറിയില്ല. ഈ കോവിലകം കാക്കുന്ന പരദേവതയാണ് സത്യം. സുദേവ് സർ, വി ആർ ഗോയിങ് അപ്പ്. ഓക്കെ സർ. ആ, നിങ്ങളിവിടെ നിന്നാ മതി. കോവിലകത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന വലിയ മാവുവഴി ഒരാൾക്ക് നിഷ്പ്രയാസം 2ാം നിലയിൽ കയറാം. അവിടെ നിന്ന് ഈ വാതിൽ തുറന്ന് അകത്ത് കടക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് എ സിമ്പിൾ വർക്ക്. ഇനി സൈലൻസറുള്ള ഗണ്ണാണ് ഈ കൊലയാളി ഉപയോഗിച്ചിരുന്നതെങ്കിൽ പിന്നെ താഴെ മദ്യപിച്ചുകൊണ്ടിരുന്ന കുറുപ്പോ ശിവകുമാറോ ഒരു ശബ്ദവും കേട്ടിട്ടുണ്ടാവില്ല. റൈറ്റ് സർ. പോലീസ് റിപ്പോർട്ടിൽ ഈ വാതിൽ തുറന്നു കിടന്നതായി പറയുന്നുണ്ട്.
പിന്നെ എനിക്കൊരു കാര്യം കൂടി സ്ട്രൈക്കിംഗ് ആയി തോന്നുന്നു. ഷൂട്ട് ഇറ്റ്. വർമ്മ സാർ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് സൈക്കോളജിക്കലി സ്റ്റാൻഡ് ചെയ്യാത്തൊരു തിയറിയാണ്. അബ്സല്യൂട്ട്ലി. കിടക്കാൻ പോകുന്നതിന് മുമ്പ് പരദേവതയെ തൊഴാൻ പോകാനായിട്ട് വെളുപ്പിന് 4:30 മണിക്ക് ചായയുമായിട്ട് വിളിച്ചുണർത്താൻ കുറുപ്പിനെ ചട്ടം കിട്ടിയ വർമ്മ സാർ 15 മിനിറ്റുകൾക്ക് ശേഷം സ്വയം വെടിവെച്ച് മരിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്യുവർ റബിഷ്. നമുക്ക് വേണ്ടതൊരു ടേണിംഗ് പോയിന്റ് ആണ് സുദേവ്. വർമ്മ സാറിന്റേത് ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു സ്ട്രോങ് ഇൻഡിക്കേറ്റർ. അത് നമുക്ക് ഇവിടെ നിന്ന് ഇപ്പൊ കിട്ടണം. 2 minutes കൗണ്ട് ഡൗൺ. ഫോട്ടോഗ്രാഫ്സ്. സി സുദേവ്, നെറ്റിയുടെ വലതുഭാഗത്താണ് വെടിയേറ്റിരിക്കുന്നത്. അതുകൊണ്ട് മാത്രം ഇതൊരു ആത്മഹത്യയല്ല, കൊലപാതകമാണ്. ഷുവർ. മനസ്സിലായില്ല സർ. ലുക്ക്, വർമ്മ സാർ ടെന്നീസ് കളിക്കുന്നതും ഗോൾഫ് കളിക്കുന്നതും ട്രിഗർ വലിക്കുന്നതും ഇടത് കൈകൊണ്ടാണ്. ഹി വാസ് എ ജെനുവിൻ ലെഫ്റ്റ് ഹാൻഡ്. ഇടം കയ്യനായ വർമ്മ സാർ വലതു നെറ്റിയിൽ വെടിവെച്ച് മരിച്ചു എന്ന് പറയുന്നത് ഇറ്റ്സ് ലോജിക്കലി റോങ് ആൻഡ് ടെക്നിക്കലി ഇൻകറക്റ്റ്. വർമ്മ സാർ സ്വയം വെടിവെച്ച് മരിച്ചതാണെങ്കിൽ ബുള്ളറ്റ് മാർക്ക് കാണേണ്ടത് ഇടതു നെറ്റിയിലാണ്, ലൈക്ക് ദിസ്. സോ ദിസ് ഇസ് നത്തിങ് ബട്ട് കോൾഡ് ബ്ലഡഡ് ഹോമിസൈഡ്. ജ്യൂസ് അവിടെ വെച്ചേക്ക്. കിടന്ന് കുറച്ചിട്ട് ഒരു കാര്യമില്ല. 2 മുട്ട 1/2 ലിറ്റർ പാലും അരമണിക്കൂർ മുമ്പല്ലേ കഴിച്ചത്. ഇനി 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ ലഞ്ചുള്ളൂ. അതുവരെ മിണ്ടാട്ടിരുന്നോ? താനെന്താ ഇവിടെ തന്നെ കറങ്ങി തിരിഞ്ഞു? അല്ല, ജ്യൂസ് കുടിച്ചില്ല. അതെന്താ ഇവിടെ ഇരുന്ന് തണുത്തു പോകും? അതല്ല. റോക്കി, ഷട്ട് അപ്പ്. What happened? Stay back, Rocky. Oops. Auto!